സോ 2018 സിനിമയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. 2018 ഓസ്കർ എൻട്രി ലഭിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ 2018 എന്ന് പറയുന്ന സിനിമ ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡന്റ് ആയിരുന്നു. 2018 നമ്മുടെ കേരളത്തിൽ നടന്ന മഹാപ്രളയത്തിനെ കുറിച്ചിട്ടായിരുന്നു ആ സിനിമ. 2018 ഉണ്ടായത് എന്താണ്? ഒരു മഹാപ്രളയം അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലഡാണ് ഉണ്ടായത്. സോ ഫ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന ഓർ ഇറ്റ്സ് എ നാച്ചുറൽ ഡിസാസ്റ്റർ. സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഫിനോമിനാസ് ആണ്. ഓക്കെ. So welcome to Manorama Horizon YouTube classes, and today's topic is some natural phenomena. So examples of some natural phenomena നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ലൈറ്റ്നിങ് എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ലൈറ്റ്നിങ് ഉണ്ട്. സം നാച്ചുറൽ ഫിനോമിനാസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ്നിങ് ഉണ്ട്, ദെൻ എർത്ത് ക്വേക്ക് ഉണ്ട്, അതുപോലെ തന്നെ മഴ, ലൈറ്റ്നിങ്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവൻ പല ടൈപ്പ് ഓഫ് സ്റ്റോംസ് ഉണ്ട്. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഫിനോമിന ആണ്. സോ നമുക്ക് നാച്ചുറൽ ഫിനോമിന എന്താണെന്ന് അറിയുന്നതിന് മുന്നും നമ്മൾ ആക്ച്വലി ആദ്യം ചാർജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ വാട്ട് ഈസ് ചാർജ്? ചാർജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ. ഓക്കെ. സോ ചാർജ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും, ആൻഡ് ചാർജിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുമെന്ന് അറിയാം, അതുപോലെ തന്നെ അൺലൈക്ക് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്കൂളിലോ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഡ്രൈ ഹെയറിൽ നിങ്ങൾ കോംബ് ചെയ്യുകയാണെങ്കിൽ കോംബ് യൂസ് ചെയ്തിട്ട് ഡ്രൈ ഹെയറിൽ നിങ്ങൾ റബ്ബ് ചെയ്തിട്ട് നിങ്ങൾ പേപ്പർ ബിറ്റ്സിൻ്റെ അല്ലെങ്കിൽ പേപ്പർ പീസസിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? മീൻസ് എന്താ കാണാൻ കഴിയുന്നത്? ആക്ച്വലി ഈ പേപ്പർ ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദാറ്റ് കോംബ് അല്ലേ. സോ ഇവിടെ ആക്ച്വലി അട്രാക്ഷൻ നടക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു സം ടൈപ്പ് ഓഫ് ഫോഴ്സ് വേണം അല്ലേ. നമുക്കറിയാം ഒരു അട്രാക്ഷൻ, ഒരു ബോഡീനെ മറ്റൊരു ബോഡി അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ഫോഴ്സ്. എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അട്രാക്ഷൻ നടക്കത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ ഈ കോമ്പിനെ നമ്മൾ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പർ പീസിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഈ പേപ്പർ പീസ് എല്ലാം മുകളിലോട്ട് ഓർ ഈ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്ത കോമ്പിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനർത്ഥം ഇവിടെ സം ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസിങ് അല്ലേ. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചാർജ് പ്രൊഡ്യൂസ് ആവുകയാണ്. അതായത് നമ്മൾ ഡ്രൈ ഹെയറിൽ നമ്മൾ ഈ കോമ്പ് വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ആ റബ്ബിങ് ആക്ഷൻ കാരണം ഈ കോമ്പിന് ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ ചാർജ് അപ്പോൾ ഓൾറെഡി നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കോമ്പിന് ഒരു ചാർജ് ഡെവലപ്പ് ആവും. ഈ ചാർജ്ഡ് കോമ്പ് നമ്മൾ ബിറ്റ്സ് ഓഫ് പേപ്പർ പീസസ് അല്ലെങ്കിൽ പേപ്പർ പീസിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ പേപ്പർ പീസ് വിൽ ഓൾസോ ബി ഹാവിങ് സം അനദർ ചാർജ്, ആൻഡ് ഇത് അൺലൈക്ക് ചാർജ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ അട്രാക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കോമ്പിലുള്ള ചാർജും പേപ്പർ പീസിലുള്ള ചാർജും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ലൈക്ക് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ ഈ അട്രാക്ഷൻ സംഭവിക്കില്ല അല്ലേ. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദർ ഈസ് ആൻ ഇൻട്രാക്ഷൻ. ഐദർ എന്താണ്, ഒരു അട്രാക്ഷൻ ആവാം അല്ലെങ്കിൽ റിപ്പൾഷൻ ആവാം. ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്, ആൻഡ് ആ ഇൻട്രാക്ഷൻ കാരണമാണ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഓഫ് എന്താണ് പറയുന്നത് പേപ്പർ നടക്കുന്നത്. ഓക്കെ. സോ ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം. ഇവിടെ ചാർജ് ഡെവലപ്പ് ആയത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് വഴിയോ അല്ലെങ്കിൽ എന്താണ് ഒരു ബാറ്ററി വഴിയോ അല്ല നമ്മളിവിടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് നമ്മളെന്താണ് റബ്ബ് ചെയ്ത് നമ്മൾ കോമ്പിനെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്തപ്പോഴാണ് ചാർജ് ഉണ്ടായത്. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ചാർജിങ് ബൈ റബ്ബിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ എനർജി ഓഫ് റബ്ബിംഗ് ക്രിയേറ്റ്സ് എനർജി ടു ദ ഇലക്ട്രോൺസ്. അതായത് ഈ ചാർജ് എന്ന് പറയുന്ന ഒരു സബ് അറ്റോമിക് ലെവൽ, ചാർജസ് എന്ന് പറയുന്ന സബ് അറ്റോമിക് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടീസാണ്. അതായത് നമുക്കറിയാം ഇപ്പം അറ്റോമിക് ലെവലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആറ്റംസ് ഉണ്ട്. ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? ലൈക്ക് ആറ്റംസ് ഹാവ് ഇലക്ട്രോൺസ്, ദേ ഹാവ് പ്രോട്ടോൺസ് ആൻഡ് ദേ ഹാവ് ന്യൂട്രോൺസ്. സോ ഇലക്ട്രോൺസിനും ചാർജ് ഉണ്ട്, പ്രോട്ടോൺസിനും ചാർജ് ഉണ്ട്. സോ സബ് അറ്റോമിക് ലെവലിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇൻട്രാക്ഷൻ ഓഫ് എനർജി ടു ദ ഇലക്ട്രോൺസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എനേബിൾസ് ദ ഇലക്ട്രോൺ ടു ബ്രേക്ക് ഫ്രം ദെയർ ന്യൂക്ലിയർ. അവരുടെ ന്യൂക്ലിയറിൽ നിന്നും ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. സോ ഈ ഇലക്ട്രോൺസ് ബ്രേക്കായി എന്ത് സംഭവിക്കും? വൺ മെറ്റീരിയൽ ലൂസസ് ദി ഇലക്ട്രോൺസ് ആൻഡ് അക്വയർ പോസിറ്റീവ് ചാർജ്. അതായത് ഇലക്ട്രോൺസ് അവരുടെ ന്യൂക്ലിയറിൽ നിന്നും ബ്രേക്ക് ആവും. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ദർ ഈസ് ആൻ എനർജി. ആ എനർജി കാരണം എന്ത്? ഇലക്ട്രോൺസിന് എനർജി അക്വയർ ചെയ്ത് അവർ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ന്യൂക്ലിയറിൽ നിന്നും ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് എന്ത് സംഭവിക്കും? ബ്രേക്ക് ആയിട്ട് ആ ഇലക്ട്രോൺസ് മറ്റ് ബോഡിയിലോട്ട് ട്രാൻസ്ഫർ സംഭവിക്കും. സോ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ബോഡി, ഏത് ബോഡിയിലാണോ ഇലക്ട്രോൺ ലൂസ് ആയത് ആ ബോഡിക്ക് എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് അക്വയർ ചെയ്യും. ആൻഡ് അതുപോലെ ഏത് ബോഡിയാണോ ആ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത്, ഏത് ബോഡിയാണോ ആ ഇലക്ട്രോൺസിനെ വാങ്ങുന്നത്, ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജും അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ചാർജിങ് ബൈ റബ്ബിംഗ് നടക്കുന്നത്. അതായത് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന് എനർജി കിട്ടും ഓർ എക്സൈറ്റേഷൻ എനർജി കിട്ടും, ആൻഡ് ഇലക്ട്രോൺസ് ബ്രേക്ക് ഫ്രം ദെയർ ന്യൂക്ലിയർ. അവരുടെ ന്യൂക്ലിയറിൽ നിന്നും ബ്രേക്ക് ചെയ്ത് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ഓക്കെ. സോ വിച്ച് എവർ ബോഡി, ഏത് ബോഡിയിൽ നിന്നാണോ ഇലക്ട്രോൺസ് ലൂസ് ആവുന്നത്
ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജും ഏത് ബോഡിയാണോ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത് അവർക്ക് എന്താ സംഭവിക്കുന്നത്, അവർക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. അതിൻ്റെ റീസൺ എന്താ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡിയാണ്, ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ്. സോ ഇലക്ട്രോൺസിന് നമ്മൾ കൂടുതലായിട്ട് വാങ്ങുമ്പോൾ, ഇഫ് എ ബോഡി ഈസ് ഗെയിനിങ് ഇലക്ട്രോൺസിനെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജിനാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്, അവർ നെഗറ്റീവ് ചാർജിനെയാണ് അവർ വാങ്ങുന്നത്. സോ അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന ബോഡിക്ക് എന്ത് സംഭവിക്കുന്നത്, നെഗറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, അതുപോലെ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒരു സ്റ്റേബിൾ ആറ്റത്തിൽ പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ആയിരിക്കും. സോ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ലൂസായി, സോ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലാവും. സോ ബേസിക്കലി എന്ത് സംഭവിക്കും, അവിടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ്ഫർ ഓഫ് ചാർജസ്. ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ, ചാർജിങ് ബൈ റബ്ബിങ്. അതായത് നമുക്ക് ചാർജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബാറ്ററി സോഴ്സോ സർക്യൂട്ടോ ഇല്ലാതെ ചാർജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ട്രാൻസ്ഫർ ഓഫ് ചാർജ്, അതായത് ഈ ചാർജിന് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ആ ചാർജ് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ബേസിക്കലി രണ്ട് രീതിയിൽ നമുക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ബൈ കണ്ടക്ഷൻ, ആൻഡ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ബൈ ഇൻഡക്ഷൻ. കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ് എന്ത്, ട്രാൻസ്ഫർ ഓഫ് ചാർജ് ബൈ കണ്ടക്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ത്രൂ ഇൻഡക്ഷൻ. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. അതായത് കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരു ബോഡിയിൽ മറ്റൊരു ബോഡി കോണ്ടാക്റ്റിൽ വരികയാണ്, ഫിസിക്കലി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ട്രാൻസ്ഫർ ഓഫ് ചാർജ്, ഉണ്ടാവുന്ന ചാർജിൻ്റെ മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് ചാർജ് ത്രൂ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷനിൽ സംഭവിക്കുന്നത് ബോഡി ഷുഡ് ബി ഇൻ ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, ഫിസിക്കൽ കോണ്ടാക്ട്. ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, എന്താണ്, നമ്മൾ ചാർജിങ് ബൈ റബ്ബിങ്ങിൽ നമ്മൾ ഡ്രൈ ഹെയറിൽ നമ്മൾ കോമ്പ് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താ, ട്രാൻസ്ഫർ ഓഫ് ചാർജ് ആണ്. ചാർജ് ജനറേറ്റ് ആവുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് ചാർജ് സംഭവിക്കുന്നുണ്ട്. സോ അവിടെ സംഭവിക്കുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. അതിൻ്റെ റീസൺ എന്താണ്, നമ്മുടെ ഡ്രൈ ഹെയറിൽ നമ്മൾ കോമ്പിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിസിക്കലി കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ചാർജ് മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്. സോ അതിനെ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ബൈ ഇൻഡക്ഷൻ. സോ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ ആവശ്യമില്ല, യു ക്യാൻ ട്രാൻസ്ഫർ എ ചാർജ് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. സോ അങ്ങനത്തെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജിനെയാണ് എന്ത് പറയുന്നത്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ദർ വിൽ ബി നോ ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, നോ ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, സോ ഇതിന് എക്സാമ്പിൾ എന്ന് പറയാനാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ആണ് ത്രൂ ഇൻഡക്ഷൻ ആണ്. ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫെനോമിന ആണ്. സോ അവിടെ സംഭവിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ചാർജ് ആണ് വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, അതായത് ക്ലൗഡിൽ നിന്നാണല്ലോ ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. സോ ക്ലൗഡ് ഒരിക്കലും ഭൂമിയായിട്ട് ഫിസിക്കലി കോണ്ടാക്ട് വരുന്നില്ല. വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ചാർജ് സംഭവിക്കുന്നതാണ് നമുക്ക് ലൈറ്റ്നിങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ദ പ്രോസസ് ഓഫ് ലൂസിങ് ചാർജ്, അതായത് നമ്മൾ ചാർജിനെ ഒരു ബോഡിയിൽ നമ്മുടെ ചാർജ് ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബോഡി വിൽ ബി ഹാവിങ് എ സെർട്ടൈൻ ചാർജ്. ആ ചാർജിനെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജിങ് എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഈവൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൽ ഇപ്പോൾ നമുക്കറിയാം ചാർജ് 100% ചാർജ് ഉണ്ടാവും. നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, മൊബൈലിൻ്റെ ചാർജ് ഡൗൺ ആയി തുടങ്ങും. സോ അവിടെ സംഭവിക്കുന്ന ആക്ച്വലി ഡിസ്ചാർജിങ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ചാർജ് ചെയ്തിട്ട് വീണ്ടും 100-ലോട്ടാക്കും. സോ the process of losing the charge of a body is known as discharging. The process of losing the charge of an object to the earth is called as earthing. So earthing എന്ന് പറയുന്നത് എന്താണ്, earthing എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജിനെ നമ്മൾ എർത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ. ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഹാപ്പനിങ്. ഓക്കെ, ഇവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഒരു ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജ് അത്രയും എർത്ത് ഗെയിൻ ചെയ്യാൻ ഓർ എർത്തിലോട്ട് നമ്മൾ ആ ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ അതിനെ നമ്മൾ പറയുന്നതാണ് എർത്തിങ് എന്ന് പറഞ്ഞാൽ. സോ എർത്തിങ് ഈസ് ബേസിക്കലി എന്താണ്, ഒരു ഡിസ്ചാർജിങ് പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ഇനി നമ്മുടെ ആദ്യത്തെ നാച്ചുറൽ ഫിനോമിനയിലേക്ക് വരാം. സോ ആദ്യത്തെ നാച്ചുറൽ ഫിനോമിന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ്നിങ് ആണ്. സോ ലൈറ്റ്നിങ് എങ്ങനെ സംഭവിക്കുന്നത്, സോ തൊട്ട് മുന്നേ പറഞ്ഞു ലൈറ്റ്നിങ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് ആണ്. സോ ചാർജസിൻ്റെ ഇൻട്രാക്ഷൻ കാരണമാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ തണ്ടർ സ്റ്റോംസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം മഴയുള്ള സമയത്താണല്ലോ ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. സോ അതായത് തണ്ടർ സ്റ്റോം ഉള്ള ടൈമിൽ ആണ് നമുക്ക് ലൈറ്റ്നിങ് കാണാൻ പറ്റുന്നത്. സോ ദർ ആർ റെയിൻ ക്ലൗഡ്സ് അല്ലേ. സോ ക്ലൗഡ്സ് കാരണമാണ് നമുക്ക് മഴ കിട്ടുന്നതെന്ന് പറയാം. സോ ഈ റെയിൻ ക്ലൗഡ്സിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ എയർ മൂവ്മെൻറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ മൂവ്മെൻറ്റും കാരണം അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് കാറ്റും ഉണ്ടാവും, ചെറിയ രീതിയിലൊരു എയർ ഫ്ലോ ഉണ്ടാവും. സോ ആ എയർ ഫ്ലോ കാരണം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും.
സോ ഈ മൂവ്മെൻറ്റ് കാരണം എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചാർജ് സെപ്പറേഷൻ നടക്കും. ആൻഡ് എന്ത് സംഭവിക്കും, നമുക്കുണ്ടാകുന്ന റെയിൻ ക്ലൗഡ്സ് ഉണ്ടല്ലോ, ആ റെയിൻ ക്ലൗഡ്സിൽ ചാർജസ് ഡെവലപ്പ് ആവാൻ തുടങ്ങും. സോ റെയിൻ ക്ലൗഡ്സ്, ഇപ്പോൾ ഇത് ഒരു റെയിൻ ക്ലൗഡ് ആണെങ്കിൽ ചാർജസ് ഡെവലപ്പ് ആവാൻ തുടങ്ങും. ആൻഡ് ദെൻ അവിടെ സംഭവിക്കുന്നത് എന്താ, പോസിറ്റീവ് ചാർജസ് ആർ അക്യൂമുലേറ്റഡ് ഓൺ ടോപ്പ് റീജിയൻ ഓഫ് ക്ലൗഡ്. സോ ഈ റെയിൻ ക്ലൗഡ്സിൽ പോസിറ്റീവ് ചാർജസ് എല്ലാം മുകൾ ഭാഗത്ത്, അതായത് റെയിൻ ക്ലൗഡിൻ്റെ മുകൾ ഭാഗത്ത് പോസിറ്റീവ് ചാർജസ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അതിൻ്റെ ലോവർ സൈഡ്, ലോവർ റീജിയനിൽ നെഗറ്റീവ് ചാർജസ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇവിടെ ഇപ്പോൾ എന്താണ്, ആ ഒരു റെയിൻ ക്ലൗഡിൽ 2 ടൈപ്പ് ഓഫ് ചാർജസ് നമുക്ക് കാണാൻ പറ്റും, വിസിബിളായി കാണാൻ പറ്റും. ടോപ്പ് സൈഡിൽ പോസിറ്റീവ് ചാർജും ലോവർ സൈഡ് ഓഫ് ദ റെയിൻ ക്ലൗഡിൽ നെഗറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി സംഭവിക്കുന്നത് എന്താ, ഇപ്പോൾ നമ്മുടെ എർത്ത് ഉണ്ട്. സോ എർത്തിന് ഓൾറെഡി ഒരു ചാർജ് ഉണ്ടാവും. സോ എർത്ത് വിൽ ബി ഹാവിങ് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, എർത്ത് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഈ ഒരു ഡിഫറൻസ്, ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഒരു ചാർജ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ലോവർ പാർട്ട് ഓഫ് ദ റെയിൻ ക്ലൗഡിന് നെഗറ്റീവ് ചാർജും എർത്തിനൊരു ചാർജ് ഉണ്ടാവും, പോസിറ്റീവ് ചാർജ്. സോ അവിടെ ഡിസ്ചാർജിങ് സംഭവിക്കും. ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടായിരുന്നു. ഡിസ്ചാർജിങ് എന്ന് പറയുന്നത് എന്താണ്, ലൂസിങ് ചാർജ് ടു അനദർ ബോഡിനാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ക്ലൗഡും എർത്തും തമ്മിൽ ഒരു ഡിസ്ചാർജിങ് സംഭവിക്കും. ആ ഡിസ്ചാർജിങ് ആണ് എന്ത്, നമുക്കൊരു സ്പാർക്ക് പോലെ കാണാൻ പറ്റുന്നത്. ആ സ്പാർക്കാണ് എന്ത്, ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ്. ആൻഡ് ആര് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്, എവിടെയുള്ള ചാർജസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ഒന്ന് റെയിൻ ക്ലൗഡ് ഉണ്ടാകുന്നുണ്ട്. സോ റെയിൻ ക്ലൗഡിലെ ചാർജസും എർത്തിലുള്ള ചാർജസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണമാണ് നമുക്ക് ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഫിനോമിന വിസിബിൾ ആവുന്നത്. ഓക്കെ, സോ വെൻ ദ അക്യൂമുലേറ്റഡ് ചാർജ് ബിക്കംസ് വെരി ലാർജ്, അതായത് ഈ ഒരു റെയിൻ ക്ലൗഡിൽ ചാർജ് ഇങ്ങനെ അക്യൂമുലേറ്റ് ആയി ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ആ റെയിൻ ക്ലൗഡിന് അത്രയും ചാർജിനെ ഉൾക്കൊള്ളാൻ പറ്റാണ്ടാവും. സോ അപ്പോഴാണ് ഈ ഡിസ്ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൂടുതൽ ചാർജ് അക്യൂമുലേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ റെയിൻ ക്ലൗഡിന് സഫീഷ്യൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ചാർജിനെ ഡിസ്ചാർജ് ചെയ്ത് കളയും ടുവേർഡ്സ് എർത്ത്. സോ ആ ഒരു ഡിസ്ചാർജിങ് പ്രോസസ്സ് കാരണമാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ലൈറ്റ്നിങ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ലൈറ്റ്നിങ് ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലൈറ്റ്നിങ് ഉള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ചെറിയൊരു ഫിനോമിനൻ അല്ല. ലൈറ്റ്നിങ് കോസസ് മെനി ഹാംഫുൾ എഫക്റ്റ് അല്ലേ. ലൈറ്റ്നിങ് കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മിന്നലേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഹൈ ഡിഗ്രി ബേണിംഗ് ഉണ്ടാവും, ഈവൻ ഡെത്ത് വരെ കോസ് ചെയ്യാനുള്ള കാരണമാവും. സോ വാട്ട് ആർ ദ സേഫ്റ്റി മെഷേഴ്സ്? സോ ഇങ്ങനെ ഇപ്പോൾ ഒരു തണ്ടർ സ്റ്റോം വരുവാണ്, തണ്ടർ സ്റ്റോം ആൻഡ് ലൈറ്റ്നിങ് ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ടു ഡു വെൻ ദർ ഇസ് എ ലൈറ്റ്നിങ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡ്, ഇപ്പോൾ നമ്മൾ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്താണ് പെട്ടുപോയതെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഷുഡ് ഓൾവേസ് സ്റ്റേ അവേ ഫ്രം പോൾസ് ഓർ അതർ മെറ്റൽ ഒബ്ജക്ട്സ്. അതായത് മെറ്റൽ ഒബ്ജക്ട്സ് നിന്നോ പോൾസ്, ഇപ്പോൾ ഇലക്ട്രിക് പോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽ ഒബ്ജക്ട്സിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം മെറ്റൽ എന്ന് പറയുന്നത് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. സോ ചാർജസിന് അത് പെട്ടെന്ന് എന്താണ്, അട്രാക്ട് ചെയ്യും. സോ മെറ്റൽ ഒബ്ജക്ട്സിൻ്റെ അടുത്തോ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്തൊക്കെ നിൽക്കാതിരിക്കുക. സ്റ്റേ അവേ ഫ്രം പോൾസ് ഓർ അതർ മെറ്റൽ ഒബ്ജക്ട്സ്. അടുത്ത എന്താണ്, ട്രീസ്. ഒറ്റപ്പെട്ട്, ഇപ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിൽഡിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഇഫ് ദർ ഈസ് വൺ ട്രീ, അതായത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ട്രീൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക. അതും ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് സോഴ്സ് ഓഫ് ലൈറ്റ്നിങ്. ഓക്കെ, സോ സ്റ്റേ അവേ ഫ്രം ട്രീസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് സ്കോട്ട് ലോ ഓൺ ദ ഗ്രൗണ്ട്. അതായത് നമ്മൾ സ്കോട്ടിംഗ് പൊസിഷനിലിരിക്കുക, നമ്മൾ ഗ്രൗണ്ടിൽ സ്കോട്ടിംഗ് പൊസിഷനിലിരിക്കുക. ആൻഡ് നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾ ആക്ച്വലി ഇപ്പോൾ സ്കോട്ടിംഗ് പൊസിഷനിലിരിക്കുമ്പോൾ നമ്മുടെ ഫീറ്റിൻ്റെ ഹീൽസ് രണ്ടും ടച്ച് ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഹീൽസ്, ഇപ്പോൾ കാലിൻ്റെ ഹീലിൻ്റെ പോർഷൻ 2 ഹീൽസും ടച്ച് ചെയ്ത് കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്കോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ്. ആൻഡ് ഓൾസോ വി ഷുഡ് ട്രൈ ടു കവർ അവർ ഫേസ്. നമ്മൾ ഫേസ് താഴോട്ടാക്കി കവർ ചെയ്തിട്ട് സ്കോട്ട് ചെയ്തിരിക്കുക. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എർത്തിലോട്ട് ലൈറ്റ്നിങ് ഇപ്പം എർത്ത് സർഫസിൽ ലൈറ്റ്നിങ് അടിച്ചാൽ അവിടെ ഒരു ചാർജ് ഉണ്ടല്ലോ, ആ ചാർജ് ഇപ്പോൾ നമ്മുടെ ഹീൽസ് രണ്ടും ചേർത്ത് വെക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ദർ ഈസ് എൻ ഈസി പാസേജ് ഓഫ് ചാർജ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറ്റുക, നമുക്ക് ഷോക്ക് അടിക്കത്തില്ല. നമുക്ക് ഹീൽസ് രണ്ടും കോണ്ടാക്റ്റ് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ കാലിൽ കൂടെ കയറുന്ന ചാർജസ് ഹീലിൽ കൂടെ നെക്സ്റ്റ് കാലിൽ കൂടെ വീണ്ടും എർത്തിലോട്ട് തന്നെ പോകും. സോ ഇറ്റ്സ് എ സേഫ്റ്റി മെഷർ ദാറ്റ് വി ഹാവ് ടു ഡു. അതായത് നമ്മൾ പുറത്തിപ്പോൾ ഒറ്റപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ദിസ് ഈസ് വൺ സേഫ്റ്റി മെഷർ ദാറ്റ് വി ക്യാൻ ഡു, സ്കോട്ട് ലോ ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ
ഇപ്പോൾ വെഹിക്കിൾസിൽ ട്രാവൽ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ലൈറ്റ്നിങ്ങും തണ്ടർ സ്റ്റോമും വരുന്നതെങ്കിൽ ഒരിക്കലും വാഹനം വിട്ട് പുറത്തിറങ്ങാതിരിക്കുക. ഓൾവേസ് സ്റ്റേ ഇൻസൈഡ് ക്ലോസ്ഡ് വെഹിക്കിൾസ് ഇഫ് ട്രാവലിംഗ്. ആൻഡ് ക്ലോസ്ഡ് വെഹിക്കിൾസ് അതായത് ഇപ്പോൾ ഒരു കാറിനകത്ത് നമ്മൾ ക്ലോസ്ഡ് കാറിനകത്ത് നമ്മൾ ലൈറ്റ്നിങ് സമയത്ത് ഇരുന്നാലും ഇറ്റ് ഈസ് സേഫ് ആക്ച്വലി. കാരണം ഈവൻ കാറിന് ലൈറ്റ്നിങ് കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ലൈറ്റ്നിങ് കാറിൽ അടിച്ചാൽ പോലും ആ ചാർജസ് എല്ലാം ഔട്ടർ സർഫേസിൽ മാത്രമേ അക്യൂമുലേറ്റ് ചെയ്യത്തുള്ളൂ. ആ കാറിനകത്ത് ആക്ച്വലി ചാർജസ് അക്യൂമുലേറ്റ് ആവില്ല. സോ ക്ലോസ്ഡ് വെഹിക്കിൾസ് ആർ സേഫ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ് ആൻഡ് ലൈറ്റ്നിങ്. ഓക്കെ, സോ ദീസ് ആർ സം സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി ക്യാൻ ഡു വെൻ ദർ ഈസ് എ ലൈറ്റ്നിങ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി ക്യാൻ ഡു ആൻഡ് ദീസ് ആർ സം സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി ഷുഡ് നോട്ട് ഡു. ഓക്കെ, സോ ഡോണ്ട് ട്രാവൽ ഇൻ ഓപ്പൺ വെഹിക്കിൾസ്. അതായത് തുറന്ന വാഹനങ്ങളിൽ ഒബ്വിയസ്ലി സഞ്ചരിക്കാതിരിക്കുക ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത്. ആൻഡ് ക്യാരിയിങ് ആൻ അംബ്രല്ല. നമ്മളിപ്പോൾ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുട യൂസ് ചെയ്യും. സോ പക്ഷേ ലൈറ്റ്നിങ്ങിൻ്റെ ടൈമിൽ കുട ഉപയോഗിക്കുന്നത് അത്ര റെക്കമെൻഡഡ് അല്ല. കാരണം കുട വിൽ ബി ഹാവിങ് അംബ്രല്ലാസ് വിൽ ബി ഹാവിങ് മെറ്റൽ ഫ്രെയിം ഉണ്ടാവും അല്ലേ. സോ അതും ഒരു അട്രാക്റ്റീവ് സോഴ്സ് ഓഫ് ലൈറ്റ്നിങ് ആണ്, ഒരു അട്രാക്റ്റീവ് സോഴ്സ് ഓഫ് ചാർജ് ആണ്. സോ ക്യാരിയിങ് ആൻ അംബ്രല്ല ഈസ് നോട്ട് റെക്കമെൻഡഡ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ ലൈറ്റ്നിങ് ഉള്ള സമയത്ത് വി ഷുഡ് നോട്ട് യൂസ് വയേർഡ് ടെലിഫോൺ. വയറുള്ള ടെലിഫോൺസ് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഇലക്ട്രിക്കൽ ലൈൻസ്. നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസുമായിട്ട് മാക്സിമം കോൺടാക്റ്റ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ലൈറ്റ്നിങ് നടക്കുന്ന സമയത്ത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് സേഫ് ടു യൂസ്. ആ ഒരു ടൈമിൽ ലൈറ്റ്നിങ് അല്ലെങ്കിൽ തണ്ടർ സ്റ്റോം ഉണ്ടാകുന്ന ടൈമിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. ആൻഡ് അടുത്തത് ബാത്തിങ് ഷുഡ് ബി അവോയ്ഡഡ് ടു അവോയ്ഡ് കോൺടാക്ട് വിത്ത് റണ്ണിങ് വാട്ടർ. സോ റണ്ണിങ് വാട്ടർ എന്ന് പറയുന്നതും എന്താണ്, ഒരു ചാർജ് കാരിയർ ആണ്, ഓർ ഇറ്റ് അട്രാക്ട്സ് ചാർജ്. സോ തണ്ടർ സ്റ്റോമിൻ്റെ ടൈമിൽ നമ്മൾ ബാത്ത് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ദീസ് ആർ സം തിങ്സ്. ഇതെന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സോ ദീസ് ആർ ഓൾസോ സം സേഫ്റ്റി മെഷേഴ്സ് ദാറ്റ് വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ഡ്യൂറിങ് ലൈറ്റ്നിങ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ആണ്. സോ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പം ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു ആൻറ്റിന പോലെ അല്ലെങ്കിൽ ഒരു ടവർ പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അത് ഒരുപാട് ഹൈറ്റുള്ള ബിൽഡിങ്സിന് ഇതെന്തായാലും കാണാൻ പറ്റും. ചെറിയ ഹൈറ്റുള്ള ബിൽഡിങ്സിന് നോർമലി ഇത് ഉണ്ടാവാറില്ല. സോ ഭയങ്കര ഇപ്പം വലിയ ഹൈറ്റുള്ള ഫ്ലാറ്റും കാര്യങ്ങളിലൊക്കെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടവർ പോലത്തെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. സോ ടവർ പോലത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ആക്ച്വലി ഒരു ലൈറ്റ്നിങ് കണ്ടക്ടറാണ്. സോ ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു സേഫ്റ്റി മെഷറാണ്. ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ലൈറ്റ്നിങ് കണ്ടക്ടറിൽ സംഭവിക്കുന്നത് എന്താ, ലൈറ്റ്നിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ റോഡാണ്. സോ ഈ മെറ്റൽ റോഡ് ഈസ് കണക്റ്റഡ് ടു ദ ബിൽഡിംഗ് ആൻഡ് ഈ മെറ്റൽ റോഡിൻ്റെ ഈ ബോട്ടം അറ്റം ഒരറ്റം വിൽ ബി ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദി അതർ എൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള എൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മളൊരു വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എർത്തിലോട്ട് ഈ മെറ്റൽ കണ്ടക്ടറിൻ്റെ മറ്റേ എൻഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എർത്തിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മെറ്റലിൻ്റെ ലോവർ എൻഡിന് നമ്മൾ കണക്ട് ചെയ്യും. സോ ഇപ്പോൾ ലൈറ്റ്നിങ് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് വിൽ ബി ഡയറക്ട്ലി ഹിറ്റിംഗ് ദി ടോപ്പ് എൻഡ്. അതായത് അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന എൻഡിൽ ലൈറ്റ്നിങ് ഹിറ്റ് ചെയ്യും. സോ ചാർജ് ട്രാൻസ്ഫർ എന്തായാലും നടക്കുള്ളൂ. ആൻഡ് ദെൻ ഈ ചാർജിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എർത്തിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ചാർജ് അതായത് ഈ മെറ്റൽ കണ്ടക്ടറിൽ ഉണ്ടായിരിക്കുന്ന ചാർജ് വിൽ ഡയറക്ട്ലി ഗോ ടു ദി എർത്ത്. സോ ഇതെന്ന് പറയുന്ന ഒരു സേഫ്റ്റി മെഷർ. സോ എന്താണ്, ഇപ്പോൾ ബിൽഡിങ്ങിലുള്ള ആളുകൾക്കോ ബിൽഡിങ്ങിലുള്ള അപ്ലയൻസസിനോ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. സോ ദിസ് ലൈറ്റ്നിങ് കണ്ടക്ടർ ഈസ് വൺ സേഫ്റ്റി മെഷർ ദാറ്റ് വി ക്യാൻ യൂസ്. ഓക്കെ, സോ ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്ട് ബിൽഡിംഗ് ഫ്രം ലൈറ്റ്നിങ് ആണ്. സോ മെറ്റാലിക് റോഡ് ടോളർ ദാൻ ദ ബിൽഡിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ദി അതർ എൻഡ് ഈസ് എർത്ത്ഡ് ടു പ്രൊട്ടക്ട് ഹൈ റൈസ് ബിൽഡിംഗ് ഫ്രം എർത്തിങ്. ഓക്കെ, സോ നമ്മൾ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെ യൂസേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് ആണ്. സോ വളരെ റീസെൻ്റ് ആയിട്ട് ജപ്പാനിൽ 7.4 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ക്വേക്ക്, പല ന്യൂമറസ് എർത്ത് ക്വേക്ക്, അറൗണ്ട് 155 എർത്ത് ക്വേക്സ് സ്ട്രക്ക് ചെയ്തു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് എന്താണ്? സോ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ്. സോ വാട്ട് ഈസ് ആൻ എർത്ത് ക്വേക്ക്? എന്താണ് എർത്ത് ക്വേക്ക്? എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന ഒരു സഡൻ ഷിവറിങ് ഓർ ട്രെംബ്ലിംഗ് ഓഫ് എർത്ത്. ഓക്കെ, അതായത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷിവറിങ്, എർത്തിൻ്റെ ഒരു വൈബ്രേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ. സോ അതിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടായിരിക്കാം എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്? ആൻഡ് വി വിൽ ലുക്ക് ഇൻ ടു ദ റീസൺ. സോ എർത്ത് ക്വേക്കിൻ്റെ റീസൺ അറിയുന്നതിന് നമ്മൾ ആദ്യം നമ്മുടെ എർത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചൊരു ധാരണ വേണം. സോ നമുക്കറിയാം എർത്തിൽ ആക്ച്വലി 5 ഓഷ്യൻസും 7 കോണ്ടിനെൻസും ഉണ്ട്. പക്ഷേ എർത്തിൻ്റെ സ്ട്രക്ചർ, ഈ കോണ്ടിനെൻസ് ആക്ച്വലി എന്താ പറയുക, ഈ കോണ്ടിനെൻസ് എന്ന് പറയുന്ന ലാൻഡ് മാസ് ആൻഡ് ഓഷ്യൻ എന്ന് പറയുന്ന ലാൻഡ് മാസും സെപ്പറേറ്റഡ് അല്ല. ഇവരെല്ലാവരും ഒരു പ്ലേറ്റിൻ്റെ പുറത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ പോലെയാണ് എർത്തിൻ്റെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് എർത്ത് ഫോം ചെയ്ത ടൈമിൽ നമുക്ക് ഈ 7 കോണ്ടിനെൻസും ഈ 5 ഓഷൻസും ഇല്ലായിരുന്നു. ഇൻസ്റ്റഡ് എന്തായിരുന്നു, എർത്ത് ഫോം ചെയ്ത ടൈമിൽ ഒരൊറ്റ കോണ്ടിനെൻറ്റും ഒരൊറ്റ ഓഷനും ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഫോർമേഷൻ സമയത്ത് ഉണ്ടായിരുന്ന ഒരൊറ്റ കോണ്ടിനെൻറ്റും ഒരൊറ്റ ഓഷനും പിന്നീട് എന്താണ്, ഇത് പ്ലേറ്റ് പോലെ, അതായത് ഇതിനെ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയും. സോ ഈ പ്ലേറ്റ്സ് ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി. സോ ഈ മൂവ്മെൻറ്റ് കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലെ 7 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണ്ടിനെൻറ്റ്സ് ഉണ്ടായേക്കുന്നത്. ഓക്കെ, അതായത് നോട്ട് ജസ്റ്റ് ഓഷൻ, ഈ ലാൻഡ് മാസ് മാത്രം പൊട്ടിയിട്ട് പോകുന്നതല്ല, എൻ്റയർ ലാൻഡ് മാസ് പ്ലസ് ഓഷൻ്റെ പോർഷനും നമ്മൾ അടിയിലുള്ള, അതായത് ഇപ്പോൾ ഓഷൻ്റെ ഡെപ്തിൽ അറിയാമല്ലോ നമുക്ക് സീ ബെഡ് ഉണ്ട്, ഓർ ഓഷൻ്റെ ഡെപ്തിൽ അടിയിൽ നമുക്ക് എന്താണ് ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടാവും. സോ അവിടെ നിന്നും ഒരു എന്താ പറയുക, ഒരു വിള്ളൽ വന്നിട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് മൂവിങ്. ഓക്കെ, ഈ മൂവ്മെൻറ്റ് കാരണമാണ് ഇന്ന് കാണുന്ന പോലെ കോണ്ടിനെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. സോ ഇതിനെ നമ്മൾ ടെക്ടോണിക് മൂവ്മെൻറ്റ് എന്ന് പറയും. സോ എർത്ത് വേക്കിൻ്റെ റീസണും ഈ എർത്തിൻ്റെ ക്രസ്റ്റ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും എർത്ത് വേക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് ദൂരോട്ട് മാറിപ്പോകുന്നുണ്ട്, ആൻഡ് അടുത്ത മോഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് മോഷൻ പോസിബിൾ ആണ്. സോ ചില സന്ദർഭങ്ങളിൽ ഇവർ കൊളൈഡ് ചെയ്യുമ്പോഴോ ഈ രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സിനെ എന്താണ് പാരലായിട്ട് ബ്രഷ് ചെയ്ത് നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ പാരലായിട്ട് ജസ്റ്റ് കോണ്ടാക്റ്റ് ആയിട്ട് നീങ്ങുന്ന ടൈമിൽ ഒരു വൈബ്രേഷൻ അവിടെ ക്രിയേറ്റ് ആവും. ആ വൈബ്രേഷൻ എന്താണ് ട്രാവൽ ചെയ്ത്, അതായത് ഇവിടെ ഇപ്പോൾ ഈ കോണ്ടാക്ട് പോയിന്റിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഈ വൈബ്രേഷൻ ട്രാവൽ ചെയ്ത് എർത്തിൻ്റെ സർഫസിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. സോ എർത്ത് ക്വേക്കിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഈ പ്ലേറ്റ്സുകൾ മൂവ് ചെയ്യുന്നത് കാരണമാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് ഐദർ കൊളൈഡ് ചെയ്യുമ്പോഴും എന്താണ് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴും അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഓറൽസ് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഉരസി പോകുമ്പോഴും അല്ലെങ്കിൽ ബ്രഷ് പാസ് ചെയ്യുമ്പോഴും അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ എന്ത് ചെയ്യും, എർത്തിൻ്റെ ക്രസ്റ്റിലൂടെ ട്രാവൽ ചെയ്ത് എർത്തിൻ്റെ സർഫസിലോട്ട് എത്തും. സോ ചില വൈബ്രേഷൻസ് നമുക്ക് എർത്തിൻ്റെ സർഫസിൽ അറിയാൻ പറ്റില്ല, അത്രയും ചെറിയ എമൗണ്ട് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. ചില ലൈക്ക് കൊളൈഡിങ് അല്ലെ ചില ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ കൊളിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതെന്ത് സംഭവിക്കും, അത് ഈ വേവ്സ്, അതായത് ആ വൈബ്രേഷൻസ് എർത്തിൻ്റെ സർഫസിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് എർത്ത് ക്വേക്ക് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ എർത്ത് വേക്ക് അളക്കുന്നത്, അതായത് എർത്ത് വേക്കിന് നമ്മൾ അളക്കുന്നത്, പവർ ഓഫ് ആൻ എർത്ത് വേക്ക് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓൺ എ സ്കെയിൽ കോൾഡ് റിക്ടർ സ്കെയിൽ. സോ റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എർത്ത് വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കുന്നത്. സോ ഇൻ ജനറൽ 7, അതായത് ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണും 7.6 അല്ലെങ്കിൽ 6.5 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് വേക്ക്. അത് ആക്ച്വലി റിക്ടർ സ്കെയിലാണ്, റിക്ടർ സ്കെയിലിലെ റീഡിംഗ് ആണ് ആ 7.6 അല്ലെങ്കിൽ 6.5 എന്നൊക്കെ പറയുന്നത്. സോ ഇൻ ജനറലി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിൽ എർത്ത് വേക്സ് വിച്ച് ആർ എബവ് 7 റിക്ടർ സ്കെയിൽ, അതായത് 7 മുകളിൽ റിക്ടർ സ്കെയിലുള്ള എർത്ത് വേക്സ് എല്ലാം ഹൈലി കാറ്റസ്ട്രോഫിക് ആണ്, ഭയങ്കര ഡേഞ്ചറസ് കാറ്റഗറിയിലാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ റീസെൻ്റ്ലി ജപ്പാനിൽ നടന്ന എർത്ത് ക്വേക്കും 7.4 മാഗ്നിറ്റ്യൂഡാണ്. സോ 7.4 മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, സോ റിക്ടർ സ്കെയിലിൽ എബവ് 7 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേഞ്ചറസ് കാറ്റഗറി ഓഫ് എർത്ത് ക്വേക്ക്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സേഫ്റ്റി പ്രിക്കോഷൻ. ഇപ്പോൾ നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഫിനോമിന കണ്ടപ്പോൾ നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർലി നമ്മൾ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇഫ് യു ആർ അറ്റ് ഹോം, ഇപ്പം നിങ്ങളൊരു വീട്ടിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തോ നിങ്ങളൊരു ക്ലോസ്ഡ് ബിൽഡിങ്ങിനകത്ത് ഇരിക്കുമ്പോഴാണ് എർത്ത് ക്വേക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ടേക്ക് ഷെൽട്ടർ അണ്ടർ എ ടേബിൾ, സ്റ്റേ ദർ ടിൽ ദ എർത്ത് ക്വേക്ക് സ്റ്റോപ്സ്. ഈ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വൈബ്രേഷനാണ്. ഇത് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല, വളരെ കുറച്ച് സമയം, മേ ബി സ്പാൻ ഓഫ് മിനിറ്റ്സ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. സോ ആ എർത്ത് ക്വേക്ക് തീരുന്നത് വരെ ഇപ്പോൾ നിങ്ങളൊരു ബിൽഡിങ്ങിനകത്താണെങ്കിൽ ട്രൈ ടു സ്റ്റേ അണ്ടർ സംതിങ്, അതായത് ഒരു ടേബിളിൻ്റെ ഒരു മേശേൻ്റെ താഴെ ഇരിക്കുന്നത് ഇറ്റ്സ് സേഫ്. ആൻഡ് അടുത്തെന്ന് പറയുന്നത് സ്റ്റേ അവേ ഫ്രം ടോൾ ആൻഡ് ഹെവി ഒബ്ജക്ട്സ്. ഇപ്പം ഒരുപാട് വലിയ കബോർഡോ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാത്ത വലിയ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നിൽക്കാതിരിക്കുക, കാരണം ഒബ്വിയസ്ലി വൈബ്രേഷൻ വരുമ്പോൾ അതെല്ലാം താഴെ വീഴും. സോ സ്റ്റേ അവേ ഫ്രം ടോൾ ആൻഡ് ഹെവി ഒബ്ജക്ട്സ്. അടുത്തതെന്ന് പറയുന്നത് ഇഫ് യു ആർ ഇൻ ബെഡ്, ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയൊക്കെയാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതെങ്കിൽ എഴിച്ച് മാറി വേറെ എവിടെയെങ്കിലും പോവാതിരിക്കുക. പകരം എന്താ ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റ് യുവർ ഹെഡ് വിത്ത് എ പില്ലോ. നിങ്ങൾ കമന്ന് കിടന്നിട്ടൊരു പില്ലോ വെച്ച് മൂടിയിട്ട് ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ബെഡിൽ തന്നെ സ്റ്റേ ചെയ്യുക. സോ ദീസ് ആർ സം സേഫ്റ്റി മെഷേഴ്സ് we can take during earthquake if you are inside a building or inside your home. ആൻഡ് ഇപ്പോൾ നിങ്ങൾ പുറത്താണ്, ഇപ്പോൾ ഔട്ട്സൈഡ്, ഇഫ് യു ആർ അറ്റ് ഔട്ട്ഡോർസ്, ഇപ്പോൾ നിങ്ങൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ എർത്ത് ക്വേക്ക് ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്,
ഫൈൻഡ് എ സ്പോട്ട് ഫ്രീ ഓർ അവേ ഫ്രം ബിൽഡിങ്സ്, ട്രീസ് ആൻഡ് ഓവർഹെഡ് പവർ ലൈൻസ്. അതായത് പുറത്താകുമ്പോൾ എന്തായാലും അറിയാം നമുക്ക് ബിൽഡിങ്സ് ഉണ്ട്, ചുറ്റുപാടും മരങ്ങളുണ്ട്, ആൻഡ് ഓൾസോ ഓവർഹെഡ് ലൈൻസ്, ഇലക്ട്രിക് കേബിൾസ് ഉണ്ട്. സോ പുറത്ത് നിൽക്കുമ്പോഴാണ് എർത്ത് ഉണ്ടാകുന്നതെങ്കിൽ ട്രൈ ടു ഫൈൻഡ് എ പ്ലേസ് വെയർ ഇതിൽ നിന്ന് എല്ലാം ദൂരെ മാറി നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിച്ച് അവിടോട്ട് പോയി നിൽക്കാൻ നോക്കുക. ഓക്കെ. ആൻഡ് ഇഫ് യു ആർ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ ഡോണ്ട് കം ഔട്ട്, ഡ്രൈവ് ദ വെഹിക്കിൾ സ്ലോലി ടു എ ക്ലിയർ സ്പോട്ട്. ഓൾസോ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എർത്ത് ഉണ്ടാകുന്നതെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക, പകരം വണ്ടിയിൽ തന്നെ ഇരിക്കുക. ഓറൽസ് ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ക്ലിയർ സ്പോട്ട്, അതായത് ഇങ്ങനെ ബിൽഡിങ്സും ട്രീസും ഒന്നും ഇല്ലാത്തൊരു ക്ലിയർ സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്ലിയർ സ്പോട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കാറിനകത്ത് തന്നെ ഇരിക്കുക. സോ ദീസ് ആർ സം സേഫ്റ്റി മെഷേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഔട്ട്ഡോറിലാണെങ്കിൽ നമുക്ക് എർത്ത് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റി മെഷേഴ്സാണ് ഈ ഡിസ്കസ് ചെയ്തത്. സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഇന്ന് പഠിച്ച ആദ്യം പഠിച്ച നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ്നിങ് ആയിരുന്നു. സോ ലൈറ്റ്നിങ് എങ്ങനെ ഒക്കർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. ലൈറ്റ്നിങ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ആണ്, ഒരു ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ് ബിറ്റ്വീൻ എന്താണ്, ഒരു തണ്ടർസ്റ്റോം അല്ലെങ്കിൽ റെയിൻ ക്ലൗഡും എർത്തും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഓഫ് ചാർജസ് കാരണമാണ് ലൈറ്റ്നിങ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ലൈറ്റ്നിങ്ങിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എന്താണെന്ന് കണ്ടു. ആൻഡ് ദെൻ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്താണെന്നുണ്ട്. ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ റൈസ് ബിൽഡിങ്ങിൽ വെച്ചേക്കുന്ന ഒരു മെറ്റൽ റോഡ് അല്ലെങ്കിൽ ഒരു മെറ്റൽ റോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈറ്റ്നിങ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ ലൈറ്റ്നിങ് കണ്ടക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സേഫ്റ്റി, ആ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റ്നിങ് കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കി അടുത്ത നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത് എർത്ത് ക്വേക്കാണ്. സോ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വൈബ്രേഷൻ അല്ലെങ്കിൽ സഡൻ ട്രെംബ്ലിംഗ് ഓഫ് എർത്തിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എർത്തിൻ്റെ അടിയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന വൈബ്രേഷൻസ് സർഫസിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നമ്മൾ എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന ടൈമിൽ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എന്താണെന്ന് കണ്ടു. സോ ദിസ് ഈസ് ഇറ്റ്. താങ്ക് യു. Manorama Horizon. Learning made simple.